അങ്ങനെ ഗായത്രിയും ജാനകിയും അങ്ങനെ വീട്ടുകാരെല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടി ഓടിയെത്തുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ഭാവനയും സൂര്യയും ഇരു കുഞ്ഞുങ്ങളെയും ഏറ്റുവാങ്ങുന്ന ആ സന്തോഷ നിമിഷം കാണാൻ വേണ്ടി. അവർ ഓടിയെത്തുമ്പോൾ ദേവനും ജയയും ടെൻഷനായിട്ട് നിൽക്കാൻ ട്ടോ. കാരണം മാനസ ഇനി ഒരിക്കലും ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ലേ. മാനസയും സുനിലും തമ്മിലുള്ള സംസാരങ്ങളെല്ലാം ജയ കേൾക്കാനിടയായിട്ടുണ്ട്. അവൾ ദേവനോട് പറയായിരുന്നു ഇനി മാനസ കുഞ്ഞിനെ കൊടുക്കില്ല, അവൾ നമ്മളെ ചതിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനായി നിൽക്കുകയാണ്. അതിലേക്കാണ് ജാനകിയും ഗായത്രിയും മായയും എല്ലാവരും കൂടി ഓടി വരുന്നത്. നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ദേവൻ ചോദിക്കുന്നു എന്താണ് എന്ന്. അല്ല, ആ സന്തോഷ നിമിഷം കാണാൻ. ഏത് സന്തോഷ നിമിഷം എന്ന് ചോദിക്കുകയാണ് കേട്ടോ ദേവൻ. ജാനകി പറയുന്നത് അത് കൊള്ളാം, മാനസ ഇന്ന് ഡിസ്ചാർജ് ആയില്ലേ, ഇനി സൂര്യയുടെ ഭാവിനെ കുഞ്ഞിനെ അവൾക്ക് കൈമാറാമല്ലോ, ആ നിമിഷമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിക്കുക. അപ്പോൾ സേതു ചോദിക്കുന്നു എന്താ ആന്റിക്കും അങ്കിളിനും ഒരു ടെൻഷൻ. ഒന്നും അറിയാത്തതുപോലെ ദേവൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് ടെൻഷൻ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അത് കൊള്ളാം, രണ്ട് പേരക്കിടാങ്ങളുടെ അച്ഛനും അച്ഛമ്മയും ആയ സന്തോഷത്തിലല്ലേ നിങ്ങൾ, അത് ചില്ലറ കാര്യമായിരിക്കില്ലല്ലോ, അതിന്റെ സന്തോഷത്തിലാവും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതേ ഗായത്രി, അത് നിസ്സാര കാര്യമല്ലല്ലോ. അപ്പോൾ മായ പറയുന്നുണ്ട് അമ്മയും രണ്ട് പേരക്കുഞ്ഞുങ്ങളുടെ മുത്തശ്ശിയായില്ലേ. അപ്പോൾ സേതു പറയുന്നുണ്ട് രണ്ടല്ല അഞ്ച്, എന്താ നന്ദനമോളും അമ്മയുടെ പേരക്കുട്ടിയല്ലേ, അത് പിന്നെ ആദ്യത്തെ പേരക്കുട്ടിയല്ലേ, അത് മറക്കുവോ സേതു എന്ന് പറയാൻ ജാനകി. അങ്ങനെ എല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. അല്ല സൂര്യയെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ജാനകി. അവൻ ഭാവനയുടെ അടുത്തുണ്ട് എന്ന് പറയട്ടെ ജയ. അപ്പോഴാണ് അമ്മയെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ഭരത് അവിടേക്ക് ഓടി വരുന്നത്. അവന്റെ ആ വരവും കണ്ട് ചിരിച്ചുകൊണ്ട് നിന്ന് എല്ലാവരുടെ മുഖഭാവം മാറുകയാണ്. എന്താടാ എന്ന് ചോദിക്കുകയാണ്. അമ്മയെ മാനസയെയും സുനിലിനെയും കുഞ്ഞിനെയും കാണാനില്ല എന്ന് പറയാണ്. എന്ത് എന്ന് ചോദിച്ച് എല്ലാവരും ഷോക്കാവുകയാണ്. അവൾ റൂമിലുണ്ടായിരുന്നല്ലോ എന്ന് ദേവൻ പറയാൻ. ഭരത് പറയുന്നുണ്ട് അവളിപ്പോൾ അവിടെ ഇല്ല, അവരുടെ ലഗേജും അവിടെ ഇല്ല എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും ആകെ ടെൻഷനാവുകയാണ്. ദേവേട്ട അവൾ നമ്മളെ എന്ന് പറഞ്ഞ് ജയ കരയാണ്. അവൾ നമ്മളെ ചതിച്ചു ജയ എന്ന് പറയാണ് ദേവൻ. ഞാൻ ഭാവനയോട് സൂര്യയോട് പറയട്ടെ എന്ന് സേതു പറയാണ്. ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയട്ടെ ഭരത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് എല്ലാവരും ടെൻഷനാവുകയാണ്. എന്നിട്ട് ജയയും ദേവനും കൂടി അവരുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. പിന്നാലെ തന്നെ ജാനകിയുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചല്ലോ ജാനകി എന്ന് പറഞ്ഞ് അവർ ടെൻഷനായിട്ട് വാ എന്ന് പറഞ്ഞ് ഭാവനയുടെ അടുത്തേക്ക് ഓടുകയാണ് കേട്ടോ. ഹാളിലെത്തിയത് ഭാവനയും സൂര്യയും അമ്മ അച്ഛ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. എല്ലാവരും കൂടി ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. എന്താ അമ്മ ഇത്, അവളോട് നമ്മളോടൊക്കെ എന്ത് ചതിയാണ് ഈ കാണിച്ചത്, എനിക്കറിയില്ല മോനെ എന്ന് പറയുന്നുണ്ട്. ഭാവന പറയാണ് ആന്റി ഇതിനാണോ അവൾ നമ്മളോടൊക്കെ അടുപ്പം കാണിച്ചത് എന്ന് പറഞ്ഞ് കരയാണ്. ജാനകി പറയുന്നുണ്ട് ഞാനിത് നേരത്തെ മനസ്സിൽ കണ്ടതാണ് ചെയ്യും. സേതു പറയാണ് ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, കുഞ്ഞിനെയും കൊണ്ട് അവർ എവിടെ പോയാൽ നമ്മൾ അവരെ കണ്ടുപിടിക്കണം. സൂര്യ പറയുന്നത് സുനിലും അപ്പോൾ ബുദ്ധിപൂർവ്വമാണ് നമ്മളോടൊപ്പം നിന്നത്. ദേവൻ പറയാണ് DNA ടെസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞത് ഞാൻ വെറുതെ ഇല്ല, ഇങ്ങനെ ഒരു പ്ലാൻ മനസ്സിൽ കണ്ടിരിക്കണം. അപ്പോഴാണ് അവിടേക്ക് അജയനും പ്രസീതയും ഓടിയെത്തുന്നത്. അവരെ കണ്ടതു ദേവൻ അജയന്റെ കോറിന് കയറി പിടിക്കുകയാണ്. എവിടെയാടാ സുനിലും നിന്റെ മോളും, ഞങ്ങൾ എന്തിനാണ് അവർ ചതിച്ചത്, എവിടേക്ക് അവർ പോയത് എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. എല്ലാവരും ചേർന്ന് ദേവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഇതൊരു ഹോസ്പിറ്റലാണ്, മിണ്ടാതെ നിൽക്കുക. അജയൻ പറയുന്നുണ്ട് എനിക്കെങ്ങനെ അറിയാം, ഞാൻ ഇന്നലെ രാത്രി പോയതല്ല, ഞാൻ ഇപ്പോഴല്ലേ തിരിച്ചു വരുന്നത്, പിന്നെ എനിക്കെങ്ങനെ അറിയാനാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് സൈലന്റ് ആവുകയാണ്. ജയ പറയുന്നുണ്ട് ഏട്ടാ എന്നോട് ഇങ്ങനെ ചതി അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പില്ല എന്ന് അവളോട് പറഞ്ഞേക്ക്. സ്വയം മറന്ന് ഞാൻ അവളെ സ്നേഹിച്ചതിനുള്ള ശിക്ഷയാണോ ഇത് എനിക്ക്. ദേവട്ട വണ്ടിയെടുക്ക്, അവൾ എവിടെ പോയാലും നമുക്ക് അവളെ കണ്ടുപിടിക്കണം. ഭരത് പറയുന്നു എന്തായാലും അവർ ഈ സിറ്റി വിട്ട് പോകാത്ത രീതിയിൽ ഞാൻ അവരുടെ വഴി മുടക്കിക്കോളാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് വിളിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഗായത്രി ഭാവനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അവൾ ഒന്നും മിണ്ടാതെ തകർന്ന് നിൽക്കുകയാണ്. എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്, ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചിട്ട്. ഞാൻ എന്ത് പറയാനമ്മേ എന്ന് പറഞ്ഞ് അവൾ കരയാൻ കേട്ടോ. ദേവട്ട എന്ത് ഇവിടെ നോക്കി നിൽക്കുന്നത്, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മാനസ ആ കൈക്കുഞ്ഞുമായിട്ട് അവിടേക്ക് വരുന്നു. ഒരു നിമിഷം ഷോക്കായി എല്ലാവരും സ്വപ്നമാണോ എന്ന രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ട്. അവൾ പതിയെ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ സുനിലും. ഭാവന ഇത് കണ്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ്. മാനസ വന്ന് അവളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഭാവന ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പോയി എന്ന് കരുതിയല്ലേ, അങ്ങനെ എനിക്ക് പോകാൻ കഴിയുമോ ഭാവന. ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുന്നതും നിന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നിനക്കറിയാമോ, എനിക്കില്ലാത്ത കൂടപ്പറപ്പിൻ്റെ സ്നേഹവും സംരക്ഷണവും എനിക്ക് നീ തന്നതുകൊണ്ട്. ലോകത്ത് ഒരു പെണ്ണും തന്നെ കൊല്ലാൻ നോക്കിയവരുടെ മകളെ സ്നേഹിക്കില്ല ഭാവന. അങ്ങനെയുള്ള എൻ്റെ ഭാവനയെ ഞാൻ ചതിക്കോ എന്ന് ചോദിക്കുകയാണ് അവളെ. മാനസയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും അക്ഷരാർത്ഥ നിശബ്ദയായി നിൽക്കുകയാണ്. ഭാവനയായിട്ട് ഇത് കേട്ട് സന്തോഷം കൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ എവിടെ പോയതാ. അപ്പോൾ മാനസ് പറയുന്നില്ല ഞാനൊരു പെൺകുട്ടി മാത്രമല്ലല്ലോ അങ്കിൾ, ഒരമ്മയും കൂടിയാണ്. എൻ്റേതല്ലെങ്കിലും ഞാൻ ജന്മം കൊടുത്തതല്ലേ ഈ കുഞ്ഞിനെ. ഭാവനയ്ക്ക് ഈ മോളെ കൊടുക്കുന്നതിന് മുൻപ് ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് കരുതി. സുനിലിൻ്റെയും ആഗ്രഹം അതായിരുന്നു. ഇനി ചിലപ്പോൾ അതിന് പറ്റിയില്ലെങ്കിലോ എന്ന തോന്നൽ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയാണ്. ഇത് കേട്ടതും എല്ലാവരും പൊട്ടിക്കരയാൻ കേട്ടോ. തിരികെ വന്നപ്പോഴാണ് റിസപ്ഷനിസ്റ്റ് ഞങ്ങളെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എന്നറിയിച്ചത്. സോറി ഭാവന, ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല. ഭാവന സത്യത്തിൽ നിന്നോട് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. പിന്നെ സുനിലേട്ടൻ എന്നോട് പറയാ ഈ മോളെ നമുക്ക് വളർത്തിക്കൂടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, എങ്ങനെ പറ്റും, അതിനുള്ള അവകാശം നമുക്കില്ലല്ലോ എന്ന്. ഇനി ഇത് ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി പൊട്ടിക്കരയാൻ കേട്ടോ മാനസ.
ആര് എന്ത് പറഞ്ഞാലും ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞ് എൻ്റേതാകില്ലല്ലോ ഭാവന. നൊന്തു പ്രസവിച്ചത് ഞാനാണെങ്കിലും ഇവളുടെ യഥാർത്ഥ അമ്മ നീയല്ലേ ഭാവന. എന്നിട്ട് പറയുന്നത്, ഭാവനെ നോക്കിയേ, ഈ മോളെ കണ്ടിട്ട് സുനിലേട്ടൻ എന്നോട് പറയാണ് എന്നെ പോലെയാണെന്ന്. ആണോ ഭാവന? ആണോ? എന്നെപ്പോലെയാണോ? എനിക്കറിയാം സുനിലേട്ടൻ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണെന്ന്. ഇത് കേട്ട് ഭാവന തിരിഞ്ഞു നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. ചുറ്റും കൂടി നിന്ന് എല്ലാവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ താഴോട്ട് ഒഴുകുകയാണ്. വീണ്ടും തേങ്ങയോട് അവൾ പറയുന്നുണ്ട്, ഭാവന, ഇവൾക്ക് ജന്മം കൊടുത്തതിനു ശേഷമാണ് ഒരമ്മയുടെ വേദന എന്താണെന്ന് ഞാൻ അറിയുന്നത്. അത്ര പെട്ടെന്നൊന്നും പറിച്ചറിയാൻ പറ്റുന്ന ബന്ധമല്ല ഇതെന്ന്. എന്നിട്ട് അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറയുന്നുണ്ട്, പക്ഷെ എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ ഭാവന. എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു, കുറച്ച് ദിവസമെങ്കിലും എൻ്റെ കൊതി തീരുന്നതുവരെ. ഇത് കേട്ടതും ഗായത്രിക്ക് വാ പൊത്തി കരയാണ്. എന്താണ് മാനസ പറയാൻ പോകുന്നതെന്നറിയാതെ എല്ലാവരും മുൾമുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ മാനസ ബാക്കി പറയാണ്, എൻ്റെ മോളെ പാലൂട്ടി തരണമെന്ന്. പക്ഷേ അത് വേണ്ട ഭാവന, ഇപ്പോൾ തന്നെ എനിക്ക് ഇവളെ പിരിയാൻ പറ്റുന്നില്ല. അത് ഇനിയും നീണ്ടുപോയാൽ ശരിയാവില്ല. ഞങ്ങൾ ഈ നാട്ടിൽ ഇനി നിൽക്കുന്നില്ല. നമുക്കെല്ലാവർക്കും ഒരു വ്യക്തിത്വമുണ്ട്, അത് നഷ്ടപ്പെടാൻ പാടില്ല. ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയോടെയാണെങ്കിലും ഞാൻ നിനക്ക് തന്ന എൻ്റെ വാക്ക് പാലിക്കുകയാണ്. ഭാവന, ദാ നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ കുഞ്ഞിനെ നീട്ടുകയാണ് കേട്ടോ മാനസ. എല്ലാവരെയും ഒന്ന് നോക്കുന്നുണ്ട് ഭാവന. എന്ത് പറയണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിൽ അവൾ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങുകയാണ്. ചുറ്റും നിൽക്കുന്നവരെല്ലാം ആ ഒരു അവസ്ഥ കണ്ട് പൊട്ടിക്കരയാണ്. ഭാവന സന്തോഷത്തോടെ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. മാനസയാട്ടെ അതിനെ വീണ്ടും വാരി പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് നിന്നിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. ആ സമയത്ത് സുനിൽ അവളുടെ അടുത്തേക്ക് വന്ന് മാനസയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഏയ് മാനസ, വാ മാനസ എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് അവിടെ നിന്നും പോവാൻ കേട്ടോ. ആ പോക്ക് ഭാവന നോക്കി നിൽക്കുകയാണ്. അവൾ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. മാനസ പോകുന്നത് മാറി മാറി നോക്കുകയാണ്. എല്ലാവരുടെ മുഖഭാവം കൂടിയും ഭാവന ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ അവൾ അവസാനം മാനസ എന്ന് വിളിക്കുകയാണ്. ആ വിളിക്കേട്ട് മാനസയും സുനിലും അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് മാനസയോട് വാ എന്ന് പറയാണ്. എല്ലാവരും ഒന്നും മനസ്സിലാകാതെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. മാനസ പതിയെ ഭാവന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഭാവന പറയുന്നുണ്ട്, ഇനി എവിടേക്കും പോകുന്നില്ല. നിന്നിലുള്ള അമ്മ ഒരിക്കലും ഞങ്ങളുടെ മോൾക്ക് നഷ്ടപ്പെടാനും പാടില്ല. അങ്ങനെ ഞാൻ ചെയ്താൽ ഭാവന എന്ന ഞാൻ പിന്നെ ഇല്ല മാനസ. നിങ്ങളെയും കുഞ്ഞിനെ കാണാതായപ്പോൾ ഞാനും ഒരു നിമിഷം പതറിപ്പോയി, അത് ശരിയാണ്. നിന്നിലെ അമ്മയിലെ സ്നേഹവും വാത്സല്യവും കണ്ടപ്പോൾ എൻ്റെ ആ വിഷമമെല്ലാം മാറിപ്പോയി മാനസ. ഞങ്ങളുടെ ഈ മോൾക്ക് നിന്നിലെ അമ്മയുടെ പകരക്കാരിയാവാൻ എനിക്കാകില്ല മാനസ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. എല്ലാവരും ആകാംക്ഷപൂർവ്വം ഭാവനയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ശേഷം ഭാവന സൂര്യയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, സൂര്യ, നിന്റെ അനുവാദമില്ലാതെ ഞാൻ ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. സൂര്യ പറയുന്നത്, എന്താ ഭാവന ഇത്? നമുക്കിടയിൽ അങ്ങനെ കീഴ്വഴക്കമില്ലല്ലോ. നിന്റെ ഏതൊരു തീരുമാനത്തിനും ഞാനൊപ്പം ഉണ്ടാകും. അങ്ങനെ ഭാവന തീരുമാനം പറയുകയാണ്. മാനസ, ഇന്ന് മുതൽ നീ തന്നെയാണ് ഞങ്ങളുടെ ഈ കുഞ്ഞിൻ്റെ അമ്മ. ഇത് കേട്ടതും എല്ലാവരും ഷോക്കാവാണ്. മാനസയാട്ടെ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ. ഗായത്രി ഒന്ന് ഷോക്കായിട്ട് മോളെ എന്ന് വിളിക്കുന്നുണ്ട് ഭാവനയെ. അതേ അമ്മ എന്ന് പറഞ്ഞ് തലയാട്ട്. എന്നിട്ട് ഭാവന പറയുന്നുണ്ട്, നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെയും മൗന അനുവാദത്തോടും കൂടി തന്നെയാണ് ഞാൻ ഈ മോളെ നിനക്ക് തന്നെ തിരികെ തരികയാണ്. ദാ എന്നും പറഞ്ഞ് മാനസയ്ക്ക് കൈമാറാൻ കേട്ടോ കുഞ്ഞിനെ. മാനസയാട്ടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ വാങ്ങി തുരുതുരെ ഉമ്മ വെക്കുകയാണ്. സൂര്യയും സുനിലും കെട്ടിപ്പിടിച്ച് പരസ്പരം ആശ്വസിപ്പിക്കുകയാണ്. കരഞ്ഞു നിൽക്കുന്ന ഭാവനയെ ഗായത്രിയും ജാനകിയും ജയയും എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ്. ശേഷം ഭാവന മാനസയും ആ കുഞ്ഞിനെയും കൂടി ചേർത്ത് പിടിക്കുകയാണ്. രണ്ട് അമ്മമാരും കൂടി ആ കുഞ്ഞിനെ ഒരേ സമയം മുത്തം നൽകുകയാണ്. ഇത് കാണുമ്പോൾ എല്ലാവരും സന്തോഷിക്കാൻ കേട്ടോ. ഭാവന പറയുന്നുണ്ട്, ഇനിയൊരു കാര്യം കൂടി. ഒരിക്കലും നീ ഈ നാട്ടിൽ നിന്ന് പോകില്ല. നമ്മുടെ മക്കൾ നമുക്കൊപ്പം നിന്ന് കഴിയണം. എല്ലാ സത്യവും അറിഞ്ഞുകൊണ്ട് തന്നെ അവർ വളരണം. മനുഷ്യത്വം എന്താണെന്നും സ്നേഹം എന്താണെന്നൊക്കെ മനസ്സിലാക്കി തന്നെ നമ്മുടെ മക്കൾ വളരണം. എല്ലാം ചിരിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണീരോട് കൂടിയിട്ട് മാനസ സമ്മതിക്കാൻ കേട്ടോ. അപ്പോൾ ഗായത്രി ഭാവനയെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ, ഒരു നിമിഷം കൊണ്ട് നീ ഞങ്ങളെല്ലാവരുടെയും കണ്ണീരിലാഴ്ത്തി കളഞ്ഞു. അപ്പോൾ സേതുവും പറയുന്നുണ്ട്, അതേ മക്കളെ, ഞങ്ങളുടെ നാവ് പോലും ഒന്ന് ചലിപ്പിക്കാനായില്ല. അത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചത്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഞാൻ പറയാറില്ല സേതുവേട്ട, ഭാവനയ്ക്ക് പകരമാകാൻ ഭാവനയ്ക്ക് തന്നെ കഴിയുകയുള്ളൂ. അപ്പോൾ ഗായത്രി ഭാവനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കൊടുക്കുകയാണ്. എൻ്റെ മോളെയോർത്ത് എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ ആവുകയുള്ളൂ മക്കളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയ പറയുന്നുണ്ട്, മാനസമോള് സൂര്യയ്ക്കും ഭാവനയ്ക്കും വേണ്ടി ഒരു ത്യാഗം ചെയ്തു. ഇപ്പോൾ തിരിച്ച് ഭാവന മാനസയ്ക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്തു. അപ്പോൾ ദേവന് പറയുന്നുണ്ട്, കുടുംബ ബന്ധങ്ങളുടെ വില അറിയുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ചെയ്യാനും കഴിയുകയുള്ളൂ ജയ. അപ്പോൾ അജയൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്കിനി 2 മക്കളും 2 പേരക്കുട്ടികളായിരിക്കും മോളെ. അപ്പോൾ ജാനകി മുന്നോട്ട് വന്ന് ഭാവനയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ, നിന്റെ മനസ്സിലെ നന്മയാണ് ഇതെല്ലാം എന്ന് പറയാൻ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടി ചിരിച്ചു നിൽക്കുകയാണ്. ആ ഒരു മുഹൂർത്തത്തിലേക്കാണ് കേട്ടോ നേഴ്സ് ഭാവനയുടെ കുഞ്ഞുമായിട്ട് കടന്നു വരുന്നത്. എന്നിട്ട് ഭാവന എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കാൻ കുഞ്ഞിനെ. അങ്ങനെ ആദ്യമായിട്ട് ഭാവനയുടെ കുഞ്ഞിനെ പ്രേക്ഷകരുടെ മുന്നിൽ റിവീൽ ചെയ്യാൻ കേട്ടോ.
സൂര്യ ഭാവനയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അതേസമയം മറുവശത്ത് മാനസയും സുനിലും ചേർന്ന് ആ കുഞ്ഞിനെയും സ്നേഹത്തോടു കൂടി നോക്കി ഉമ്മ വെച്ച് ചിരിക്കുകയാണ്. ഇത് കണ്ട് എല്ലാ കുടുംബാംഗങ്ങളും കൂടി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന എന്ന സീരിയൽ ഇവിടെ അവസാനിക്കുകയാണ്. സംഭവബഹുലമായ മുഹൂർത്തങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും കരയിപ്പിച്ചും മുന്നോട്ട് കുതിച്ച ഭാവന എന്ന സീരിയൽ ഇവിടെ അവസാനിക്കുന്നു.